ഹലോ ഗൈസ്, അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാനും അഞ്ചനും കൂടെ നേരെ റെഡിയായി നമ്മൾ നേരെ സുഡിയിലേക്ക് പോവുകയാണ്. സുഡിയിൽ നല്ല ഓഫേഴ്സ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫുൾ അരിച്ച് പറക്കി എല്ലാ കളക്ഷനും നോക്കി, ഏതൊക്കെയാണ് എങ്ങനെയാണ് കൊള്ളാമെന്നൊക്കെ നോക്കി കുറേ സാധനം മേടിച്ച് പൈസ മൊത്തം പൊട്ടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അഞ്ജനയ്ക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു കുഞ്ഞ് സലൂണാണ്. അങ്ങനെ അവിടെ പോയി അവൾക്ക് ത്രെഡൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ നഗോരി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചായയാണ്. ഇവിടെ ഡൽഹിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ചായയാണ്. അങ്ങനെ ഞാൻ നഗോരി ചായയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിൽക്കാൻ പോലും സ്ഥലമില്ല. നമ്മളവിടെ വെളിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നാണ് കുടിച്ചത്. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കേസർ മിൽക്ക് കണ്ടിട്ട് എനിക്ക് ആക്രാന്തം കൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ വഹയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. അത് കുടിക്കണോ കളയണോ എന്ന് അറിയാൻ വയ്യാത്ത ഞാൻ കുടിക്കുവാണ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പൈസയും പോയി, എല്ലാം പോയി, കുടിച്ചല്ലേ പറ്റൂ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മളതെല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിൽ വരുവാണ്. അപ്പം അത്രയുള്ള ഹലോ ഗൈസ്, അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാനും അഞ്ചനും കൂടെ നേരെ റെഡിയായി നമ്മൾ നേരെ സുഡിയിലേക്ക് പോവുകയാണ്. സുഡിയിൽ നല്ല ഓഫേഴ്സ് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫുൾ അരിച്ച് പറക്കി എല്ലാ കളക്ഷനും നോക്കി, ഏതൊക്കെയാണ് എങ്ങനെയാണ് കൊള്ളാമെന്നൊക്കെ നോക്കി കുറേ സാധനം മേടിച്ച് പൈസ മൊത്തം പൊട്ടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അഞ്ജനയ്ക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു കുഞ്ഞ് സലൂണാണ്. അങ്ങനെ അവിടെ പോയി അവൾക്ക് ത്രെഡൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ നഗോരി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചായയാണ്. ഇവിടെ ഡൽഹിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ചായയാണ്. അങ്ങനെ ഞാൻ നഗോരി ചായയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിൽക്കാൻ പോലും സ്ഥലമില്ല. നമ്മളവിടെ വെളിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നാണ് കുടിച്ചത്. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കേസർ മിൽക്ക് കണ്ടിട്ട് എനിക്ക് ആക്രാന്തം കൊണ്ട് ഞാൻ മേടിച്ചതാണ്. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ വഹയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. അത് കുടിക്കണോ കളയണോ എന്ന് അറിയാൻ വയ്യാത്ത ഞാൻ കുടിക്കുവാണ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പൈസയും പോയി, എല്ലാം പോയി, കുടിച്ചല്ലേ പറ്റൂ എന്നുള്ള എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മളതെല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിൽ വരുവാണ്. അപ്പം അത്രയുള്ള